തിരുവനന്തപുരം കാര്യവട്ടത്ത് മകനെ പിതാവ് വെട്ടിക്കൊലപ്പെടുത്തി. ഉള്ളൂർക്കോണത്ത് ഉല്ലാസനെയാണ് വീടിനുള്ളിൽ വെട്ടേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പിതാവ് ഉണ്ണികൃഷ്ണൻ നായരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. മേഘന, അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വാർത്തയാണ്. എന്താണ് ഉണ്ടായത്? പോലീസ് പറയുന്നത് എന്താണ്? ഹാഷ്മി, അല്പസമയം മുന്നെയാണ് തിരുവനന്തപുരം കാര്യവട്ടം ഉള്ളൂർക്കോണത്ത് നിന്ന് ഈ അതിക്രൂര കൊലപാതക വാർത്ത പുറത്തു വരുന്നത്. മകനെ പിതാവ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. മരിച്ചിരിക്കുന്നത് 35 വയസ്സുള്ള ഉല്ലാസ് ആണ് മരിച്ചത്. അതിൽ ഇപ്പോൾ പോത്തൻകോട് പോലീസ് ഈ ഉല്ലാസിന്റെ പിതാവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ നായരെയാണ് കസ്റ്റഡിയിലെടുത്തത്. അതിൽ ഉണ്ണികൃഷ്ണൻ നായരാണ് ഈ കൊലപാതകം ചെയ്തത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അതിൽ കാരണമായി പറയുന്നതും ഇവർക്ക് രണ്ടുപേർക്കും, മകനും അച്ഛനും, മദ്യപാനശീലമുണ്ടായിരുന്നു. ഈ മദ്യപിച്ച് വഴക്ക് അടക്കം ഇവിടെ പതിവായിരുന്നു. ആ കാരണത്താൽ തന്നെ ഈ ഉല്ലാസിന്റെ ഭാര്യയും അതുപോലെ തന്നെ അമ്മയും ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ ക്രൂര കൊലപാതകം ഉണ്ടായിട്ടുള്ളത്. അതിൽ ഈ ഉണ്ണികൃഷ്ണൻ നായർ അച്ഛൻ തന്നെയാണ് മകൻ ചോരയിൽ കുളിച്ചു കിടക്കുന്നു എന്നുള്ള കാര്യം തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ഭാര്യയോട് പോയി പറയുകയും ചെയ്തത്. ശേഷം നാട്ടുകാരും ഈ കുടുംബാംഗങ്ങളും വന്ന് നോക്കുമ്പോഴാണ് ഈ മകൻ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പോത്തൻകോട് പോലീസ് ഈ ഉണ്ണികൃഷ്ണൻ നായരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടാതെ ഫോറൻസിക് സംഘമടക്കം എത്തി സംഭവസ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. മദ്യലഹരിയിൽ ഉണ്ടായ ഒരു കൊലപാതകം എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് പ്രാഥമിക ഘട്ടത്തിൽ പറയുന്നത്. അതിൽ മകനെ അച്ഛൻ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് അതിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നതും. എന്തായാലും ഇപ്പോൾ ഫോറൻസിക് സംഘവും അതുപോലെ തന്നെ പോത്തൻകോട് പോലീസും സംഭവസ്ഥലത്ത് പരിശോധന നടത്തുന്നു. അച്ഛൻ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ മദ്യപാനത്തെ തുടർന്നുണ്ടായ ഒരു തർക്കം, അതിനുശേഷം കൊലപാതകം എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. വീട്ടിൽ അച്ഛനും മകനും മാത്രമായിരുന്നോ മേഘന? ആഷ്മി, ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ രണ്ടുപേർക്കും, ഈ മകനും അച്ഛനും മദ്യപാനശീലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മരിച്ച ഉല്ലാസിന്റെ ഭാര്യയും അതുപോലെ തന്നെ അമ്മയും ഉണ്ണികൃഷ്ണൻ നായരുടെ ഭാര്യയും ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയായിരുന്നു. ഈ മകനും അച്ഛനും മാത്രമായിരുന്നു വീട്ടിൽ താമസം. ഈ ഓണവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രശ്നം, ഓണ ദിവസവും ഒക്കെ വലിയ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരും ഈ കുടുംബാംഗങ്ങളും ഒക്കെ നമ്മളോട് പറയുകയും ചെയ്യുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും മാത്രമായിരുന്നു വീട്ടിൽ താമസം ഉണ്ടായിരുന്നത്. അതിൽ ഈ ഭാര്യ താമസിച്ചിരുന്നത് തൊട്ടടുത്ത വീട്ടിൽ തന്നെയാണ്. ഈ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ മാറി താമസിക്കാറുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ നാട്ടുകാരും പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ കൊലപാതകം നടത്തുന്നു. അതിനുശേഷം ഈ പിതാവ് തന്നെയാണ് മറ്റൊരു വീട്ടിൽ താമസിക്കുന്ന ഭാര്യയോട് പോയി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, മകൻ മരിച്ചു എന്ന കാര്യം പറയുകയും ചെയ്യുന്നത്. അതിനുശേഷം വീട്ടിൽ പോയി നോക്കിയപ്പോഴാണ് ഈ ചോരയിൽ കുളിച്ചു കിടക്കുന്ന രീതിയിൽ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ശേഷം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഈ മദ്യപാനം തന്നെയാണ് പ്രശ്നമായത്. ഈ മദ്യപാനം രണ്ടുപേരും മദ്യപിച്ച് തർക്കമുണ്ടായി. അതിനുശേഷം കൊലപാതകം നടന്നു, സംഘർഷം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാവുകയും പോലീസ് ഇപ്പോൾ പറയുന്നതും അങ്ങനെ തന്നെയാണ്. പിതാവ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അയൽവാസികളോട് മറ്റോ സംസാരിക്കാൻ കഴിഞ്ഞോ മേഘന? ഇവർ തമ്മിൽ ഈ പ്രശ്നങ്ങൾ ആ വീട്ടിൽ ഉണ്ടാവുന്നതാണോ എന്ന് പറഞ്ഞാൽ? മദ്യപാനം ഉണ്ടായി, മദ്യപിച്ച ശേഷം അടിപിടി ഉണ്ടായി, അടിപിടിക്ക് ശേഷം കൊലപാതകത്തിലേക്ക് പിതാവ് പോയി എന്നാണോ മനസ്സിലാക്കാൻ? അങ്ങനെയാണോ പോലീസ് പറയുന്നത് മേഘന? തീർച്ചയായും പോത്തൻകോട് പോലീസ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. അത് ഈ ഉത്രാട ദിവസവും ഓണ ദിവസവും ഒക്കെ ഈ അച്ഛനും മകനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു വീട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നത്താൽ തന്നെയാണ് ഭാര്യയും അമ്മയും ഒക്കെ വീട്ടിൽ നിന്ന് മാറി താമസിച്ചത്. ശേഷം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുകയും ഈ മദ്യപാനശീലം ഈ നാട്ടുകാർക്കൊക്കെ അറിയുകയും ചെയ്യുന്നതാണ്. അതിൽ ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തുമെന്ന് ആരും, അത് ഈ പ്രദേശവാസികളെ ആകെ ഒരു ഞെട്ടലാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഈ മദ്യപാനം രണ്ടുപേർക്കും ഉണ്ട്. കൂടാതെ ഈ അച്ഛനും മകനും തമ്മിലുള്ള സംഘർഷം നിരന്തരം ഈ വീട്ടിൽ ഉണ്ടാകാറുണ്ട് എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അയൽവാസികളോടക്കം സംസാരിക്കുമ്പോൾ ഈ അച്ഛൻ്റെ മുറിവിൽ പിതാവിൻ്റെ കയ്യിലും ശരീരത്തിലും മുറിവുകളുണ്ട്. അത് ഈ കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അതിൽ ഈ പിതാവിൻ്റെ കയ്യിൽ നിന്നടക്കം ചോര വരുന്ന സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈ അച്ഛൻ തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്നുള്ളത് തന്നെയാണ് പോലീസും നാട്ടുകാരും ഇപ്പോൾ നമ്മളോട് പറയുന്നത്. അതിലിനി മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, ഈ മദ്യപാനമല്ലാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത് സങ്കടകരമായ വാർത്തയാണ്. ഉള്ളൂർക്കോണത്ത് ഉല്ലാസ്, 35 വയസ്സേ ഉള്ളൂ പ്രായം. അച്ഛനാണ് കൊലപ്പെടുത്തത്, കുത്തിക്കൊന്നു എന്നാണ് പറയുന്നത്. മദ്യപാനം ഉണ്ടായി, അച്ഛനും മകനും മദ്യപിക്കുന്നവരാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. മദ്യപാനം ഉണ്ടായി, മദ്യപാനത്തിൽ അടിപിടി ഉണ്ടായി. അടിപിടിക്കൊടുവിൽ അച്ഛൻ മകനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. അമ്മയുണ്ട് വീട്ടിൽ, ഉല്ലാസിന്റെ ഭാര്യയുണ്ട്, അവരൊക്കെ വേറെയാണ് താമസിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.